ഇതെന്താ ഇവിടെ കൊണ്ടുകൂട്ടിയായിരുന്നു? ഇതൊന്നും കൂടി ഉണങ്ങണേ. മഴ പെയ്തപ്പെടുത്തിട്ടാ? മഴ പെയ്തപ്പെടുത്തിട്ടാണ്. ഇനി ഇതൊക്കെ ഉള്ളിക്ക് എടുത്തിരുന്ന കേട്ടോ. അത് ഉണങ്ങിയിട്ടില്ലേ, ഇത്രയും തുണികളുണ്ട്. ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് നായ കടിച്ച് കൊണ്ടുപോകും. അത് അങ്ങോട്ട് ഉള്ളിക്ക് വെക്കണതിനെ. അതുപോലെ നല്ല സൗണ്ടാണ്. മക്കളൊക്കെ അവിടെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. ഏട്ടപ്പം നടക്കാൻ പോയിട്ട് വന്നേയുള്ളൂ. എൻ്റെ കയ്യിൻ്റെ ഈ നഖത്തിൻ്റെ ഉള്ളിൽ ഒരാര് കുത്തി കയറിയിട്ടേ എമ്മാതിരി വേദനയെന്ന് പറഞ്ഞിട്ടാ ഇപ്പം അതെടുത്തേ ഉള്ളൂ. ആര് കുത്തി കയറിപ്പോഴെന്ന് അറിഞ്ഞില്ല. അപ്പോഴൊന്നും അറിഞ്ഞില്ലേ. ഈ ഇപ്പോഴാണ് കുത്തി കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പഴുത്തപ്പോഴാണ് കേട്ടോ അത് അറിഞ്ഞിരിക്കണത്. ഇപ്പം ഇങ്ങോട്ട് വലിച്ചെടുത്തപ്പോൾ നല്ല നീറ്റൽ. എന്താ സൗണ്ട് അല്ലേ? കണ്ണൂരിൽ നിന്ന് മധുവേട്ടൻ വിളിച്ചായിരുന്നു. മധുവേട്ടൻ പറയാ ചീവീടിന്റെ ഭയങ്കര സൗണ്ടാവും, ഇരിക്കാൻ പറ്റില്ല അവിടെ. അപ്പൊ ഇത് എല്ലായിടത്തും ഉണ്ട് മഴ ഈ സമയമായപ്പോ. ചീവീടിന്റെ സൗണ്ട് കേൾക്കും. അതേപോലെ നമ്മുടെ തവളയുടെ പൊക്രോ 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 പറഞ്ഞിട്ടുള്ള സൗണ്ടില്ലേ, അത് മഴ വരുന്ന സമയത്ത് നല്ല രീതിയിൽ കേൾക്കൂട്ടാ. പിന്നെ നല്ല മഴ വരികയാണെന്ന് പറഞ്ഞാൽ നല്ല ആൺമയിൽ പീലി വിടർത്തിയിട്ട് ഇങ്ങനെ കളിക്കുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ കാണും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി, ചക്കപ്പുഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച് പനിയാട്ടം വരുമ്പല്ലേ ഉണക്കമീൻ, ഉണക്കമാന്തളും ഉണക്കമുള്ളനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമല്ലേ. എല്ലാവരും അവിടെ ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്താണ് വേണ്ടത് വെച്ചാൽ അത് ചെയ്യാം. ഇന്ന് മുതിരപ്പുളിയാണ്. മുതിരപ്പുളിക്ക് ഒരു ഉണക്കമീൻ ഉണ്ടെങ്കിൽ അടിപൊളി. ചൂടുള്ള ചോറും കൂടിയാണ് വെച്ചിട്ടുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. എന്താണ്ട മീൻ ഇവിടെ വെച്ചിട്ട് കണ്ട. ഇത് നമ്മൾ കല്ലടിക്കോട് ഒരു വാപ്പാൻ്റെ കടയിൽ നിന്ന് മീൻ വാങ്ങാറുണ്ട് കേട്ടോ. അവർ ഉമ്മനേരി വന്നിട്ടുണ്ട് അത്രേ. അപ്പം അവിടെ നിന്ന് ഉമ്മനേരി നിന്ന് വാങ്ങിയതാണ്. ഗൂഗിൾ പേ ഒന്നും ഇല്ല കേട്ടോ. ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ മീൻ വാങ്ങി 150 റുപ്യക്ക് മീൻ വാങ്ങി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അല്ലേ ഗൂഗിൾ പേ ഇല്ല. എന്നിട്ട് ഇത് ഉള്ളിവട. സുകന്യെ എന്താ പണ്ണേ? എന്താണ് എന്നിട്ട് ഇത് പറഞ്ഞല്ലോ ഗൂഗിൾ പേ ഇല്ല, അവരുടെ അടുത്ത് ഗൂഗിൾ പേ ഇല്ല പറഞ്ഞു കേട്ടോ. അപ്പൊ അവര് പറഞ്ഞു നാളെ വരുമ്പോ കൊണ്ടുവന്നാ മതിന്ന്. കുഞ്ഞൂന് കിട്ടിയില്ല. അവരെന്താ അർജന്റീന അവന് കിട്ടിയില്ല. എന്റെ കാലിൽ കിട്ടുമ്പോഴേ പൊന്ന ദാരിന്റെ കുപ്പായ കിച്ചുവിന് വാങ്ങണ്ടേ? കിച്ചുവിന് ഞാൻ വാങ്ങാൻ പറഞ്ഞാണ്. ഞാൻ മുമ്പിൽ ഓർത്ത് വെച്ച് പോയതാ. പക്ഷെ അവിടെ പോയി നോക്കുമ്പോ മറന്നുപോയി. കിച്ചുട്ടനല്ലേ, അവൻ എടുത്തിട്ട് പോയിട്ട് വാങ്ങണം കേട്ടോ. അല്ലാതെ നമ്മളൊരളവിന് വാങ്ങിയാ ശരിയാവില്ല. നമ്മോ ഇന്നലെ കിച്ചുവിന്റെ ഒരു ഇതൊന്നും നേരെയാക്കി തന്നെ. എന്റെ കയ്യിൽ ഇതവിടെ കണ്ടോ കുത്തി തുറക്കിട്ട്. ഏതാ വേണ്ട? അതാരാന്ന് ചോദിച്ചേ. മുള്ളനുണ്ട്. പിന്നെ നെയ്മർ ഏതിലാ കളിക്കുന്നത്? എന്ത് കളിയാണല്ലോ നടക്കണേ. അപ്പൊ ഗൂഗിൾ പേയുടെ കാര്യം പറയില്ല, ഞാൻ പറയട്ടെ. ഗൂഗിൾ പേ ഇല്ല, ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞിട്ടോ. അപ്പം അപ്പുറത്തൊരു കാളങ്കടയിൽ നിന്ന് വാങ്ങിക്കോളാം, അവിടെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവരാണെങ്കിൽ പോവുകയും ചെയ്തു. എന്നിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മീൻ വേണ്ട, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. മീൻ വേണ്ടായിരുന്നു. പിന്നെ കൊണ്ടേക്കോ പറഞ്ഞു കേട്ടോ. അപ്പോൾ അനിയേട്ടൻ അവിടെ ഇവിടെ ഒരു കടയിൽ പോയിട്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് ആ പൈസ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് മീനുമായിട്ട് വന്നു. നമ്മളൊരു വിശ്വാസമല്ലേ. കൊണ്ടേക്കോളി, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അങ്ങനെ കൊണ്ടുവന്നാൽ ശരിയാവില്ല. എന്നിട്ട് ഞങ്ങള് ഇടങ്ങറായി ഇരുന്ന് അതിന് വല്ല കച്ചവടം കിട്ടി അവർക്ക് വീട്ടിൽ വേണം. എന്നിട്ട് ഞങ്ങള് ആ മീന് വാങ്ങിയിട്ട് ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് പൈസ വാങ്ങിട്ട് വേണമെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോ തന്നാൽ മതിയായിരുന്നേ, എന്തിനാ നിങ്ങൾ ഇപ്പൊ തന്നെ പൈസ കൊണ്ടുവന്നു പറഞ്ഞു. അപ്പൊ ശരി കൊടുത്തപ്പോ പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ അവിടെ പോകുമ്പോ ഭയങ്കര ഒരു സ്നേഹാട്ടോ അവർക്ക്. അവരിപ്പോ ഉമ്മനേരി വന്നു പറഞ്ഞപ്പോ നമുക്ക് സന്തോഷമായി. ഇനി 2 അടി നടന്നാൽ മതിയല്ലോ. മറ്റേത് നമ്മൾ കല്ലടിക്കോട് പോകണ്ടേ. വേണ്ട ഉണ്ണി
എടാ എന്തിനാടാ ഇതിങ്ങനെ കേട് വരുത്തുന്നത്? എന്താ രണ്ടടിയോ? ഇതൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടെങ്കിൽ നീ എവിടെ എത്തി? ഏതാ വേണ്ട? മാന്തല വേണ്ട, മുള്ളനെ വേണ്ട? മാന്തല മതി. നല്ല മാന്തല, കുഞ്ഞു മാന്തലാണേ. എന്തായാലും ഉപ്പ് ഇഷ്ടപ്പുളിയൊക്കെ. എന്താ സുഖം ഇങ്ങനെ എടുക്കുന്നത്? മൊത്തത്തിൽ എടുക്കുക. അത് രണ്ടും കൂടിയാണ് കേട്ടോ. ഒറ്റ പൊതിയില്ല. മുള്ളൻ കൈ കുത്തണ്ട. ഏയ് ഏതെങ്കിലും ഒന്ന് മതി, അല്ലെങ്കിൽ അവർ തമ്മത്താലും കൊടുക്കണം. മുള്ള വേറെ വർക്ക്. അവർക്ക് അങ്ങനെയൊന്നുള്ള വാശിയില്ല സൂര്യ. എൻ്റെ കൈ ഇതാണ്ടോ, അത് കാരണം ഞാൻ കയ്യിൽ മുള്ളുത്തിയർക്ക് ഇടുന്നത്. എങ്ങനെ മുള്ളം തിന്നും? പിന്നെ മുള്ളിങ്ങനെ കുത്തി കഴിഞ്ഞാൽ മുള്ളം തിന്നാൻ പറ്റും? അത് മതിയോ? എല്ലാവർക്കും ഓരോന്നുണ്ടോ? ഓരോന്ന് മതി. അത് മതി. ഇത് ഒരാഴ്ച എത്തിക്കണം. അങ്ങനെ കൊണ്ടെടുത്ത് വെച്ചോ, ഒന്നും എത്തും. ഒന്നും എടുക്കരുത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്താൽ മതി. എത്തും. നാളെ എന്തായാലും ചിക്കൻ വാങ്ങില്ലേ? നാളെ എന്തായാലും ചിക്കൻ വാങ്ങും. അപ്പം നാളത്തെ ഒരു ദിവസം മീൻ വാങ്ങില്ല, മീനിൻ്റെ ആവശ്യമില്ല. അപ്പം എവിടെ നോക്കട്ടെ? ഓ നീ ബ്രസീലാണ്. നോക്കട്ടെ. ബ്രസീലിൽ നിന്ന് കാണട്ടെ. നന്നായിട്ടുണ്ട്. കുഞ്ഞനേതാ? കുഞ്ഞനേതാ? കുഞ്ഞേട്ടനേതാ? കുഞ്ഞേട്ടൻ തന്നെയാണ്. ശരി. അതെ, കിച്ചേട്ടന് മെസ്സറേ എപ്പോ പോയതേ അതിന് വേണ്ടിട്ട്. അതിന് എന്താ ഒന്നും മതി കേട്ടാ, കൂടുതലൊന്നും വാങ്ങണ്ട. എന്താന്നറിയോ, ഇത് കഴിഞ്ഞ് വെച്ചാല് ആ സതിയേട്ടൻ വാങ്ങിട്ടുണ്ടെന്ന്. അവനതല്ല, അവന് പോർച്ചുഗലെ കൊണ്ട് പറഞ്ഞത്. നിങ്ങളൊരു ടീമാണ്. അത് പോർച്ചുഗൽ. ഞാനത് ഇവിടുന്ന് പോകുമ്പോ കടയിൽ നോക്കി അപ്പൊ അവിടെ കടയിൽ ഇല്ലാന്ന് പറയുന്നത് കേട്ടില്ലേ? അതെ, ആ കടയിൽ ഇല്ലാണ്ട് വാങ്ങാതിരുന്നേന്ന്. ഇല്ലാത്ത സാധനം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ശീലാവണ്ട. ഉള്ളത് ഇപ്പൊ ഒന്ന് വാങ്ങിയിട്ടില്ലേ? അതെങ്ങനെ ശരിയാവും? അതില്ലാത്ത സാധനം എന്തിനാ? ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ണി ഇവിടത്ത് പോയിട്ട് വാങ്ങുക. വേൾഡ് കപ്പാണേ. ആ കടയിൽ ഇല്ലെങ്കിൽ വേറെ കടയിൽ വാങ്ങാറ്. ആ കടയിലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ? എവിടേക്ക്? ആരാ പറഞ്ഞ്? ഞാൻ ഇപ്പൊ വിളിച്ചു നോക്കും. ഞാൻ ഇപ്പൊ വിളിക്കും. ഏട്ടാ ഇത് ഇട്ടിട്ട് പോണെന്നോ? എന്നാ വാങ്ങ നാളെ വാങ്ങ. നീ ഇതിടിച്ചത് വേഗം പോയി വരിട്ടോ നാളെ, അല്ലെങ്കിൽ പിന്നെന്താ വേറെ വാങ്ങാൻ പറ്റില്ല. ശരി. നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പോയി. ആട്ടാ സോസല്ല എന്താ? നിങ്ങൾ ചക്കപ്പുഴുക്ക് തിന്നോ? മിന്നലോ? കൊറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കയ്യിലൊരു ട്യൂട്ടക്സ് ഉണ്ട്. എന്താ മറ്റേത് ഇടിയിൽ എന്താന്നറിയില്ല, ഒരു ആവേശം കയറിയിട്ട് കാലിൽ കയ്യിലിട്ടതാ. അമ്മ അച്ഛനും അറിയണേ എന്താ കയ്യിൽ ട്യൂട്ടക്സ് ഇട്ടപ്പോൾ അച്ഛൻ എന്താ പറയുന്ന അമ്മ കല്യാണം ഉണ്ടോ നാളെയാണ്? എന്ത് നാളെ ഇല്ല, ഇന്നും ഇല്ല, നാളെ സമാധാനം അതിലാണ് അല്ലേ? 2 ദിവസം അല്ലേ? ഒരു 2 കൂടി വേണ്ടി വരും കേട്ടോ. നമ്മള് 12 പേരില്ലേ? 2 വേണം വെച്ചിട്ട് കഴിച്ചാലോ? നമ്മള് 10 പേരില്ലേ? 2 വെച്ച് കഴിക്കണെങ്കിലോ? ഓരോന്നാണ് എടുത്തില്ലോ. അപ്പൊ ആ എടുത്തോളൂ, 2 കണ്ടെല്ലാം എടുത്തോളൂ. എല്ലാരും 2 തിന്നില്ല. ഏട്ടാ നമുക്കില്ലേ നമുക്ക് കുറേ ദിവസമായില്ല കേട്ടോ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്കൊന്ന് എവിടേക്കെങ്കിലൊക്കെ പോവാം. ശരിക്കും സത്യം പറയാ എവിടേക്കെങ്കിലൊക്കെ പോകാൻ തോന്നും. മനസ്സൊന്ന് കെട്ടിയവനോട് പറയും. ഞാൻ എൻ്റെ കെട്ടിയവനോട് ഞാൻ പറയുന്നുണ്ട്, അവളുടെ കെട്ടിയവനോട് പോയി പറഞ്ഞോളൂ.
അപ്പം അത് പറ എന്നാലല്ലേ. അങ്ങനെ പോകാൻ നിൽക്കുമ്പോഴേക്കും പറയും നാളെ അവിടെ പോകണം ഇവിടെ പോകണം അങ്ങോട്ട് പോകണം പറയും. അപ്പോൾ പിന്നെ ഞാൻ എവിടേക്കും പോക്ക് കിടക്കില്ല. ഇനിയില്ലേ വണ്ടിയോട്ടം പഠിക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തായാലും തോറ്റു കൊടുക്കാൻ പാടില്ല. വണ്ടിയോട്ടം പഠിച്ചിട്ട് ഞാനും സുകന്യ എവിടേക്കെങ്കിലൊക്കെ പോവും. ഇനി കുട്ടികൾ വലുതാവുമല്ലേ. രാവിലെ പണി ഒരുങ്ങിയിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഞങ്ങൾ വരുള്ളൂ. എങ്ങനെ ഉണ്ടാവും സുകന്യ? അതിന് ആദ്യം അടുത്തിമേനെ മാറ്റേണ്ടി വരില്ലേ. നിങ്ങൾ വണ്ടിയോട്ടം പഠിച്ചിട്ട് നിങ്ങൾ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് വരുമല്ലോ. മതി മതി മതി. നിങ്ങൾ ഈ റോട്ടിൽ കൂടെ തന്നെ വണ്ടി ഓടിച്ചാൽ മതി. എന്നിട്ട് മെയിൻ റോട്ടിൽ ഒന്ന് കയറരുത്. എന്തേ? അത് കൂടെ വണ്ടികൾക്ക് വേറെ പോകാനുള്ള മകൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇടങ്ങാറാക്കണ്ടെന്നാ പറഞ്ഞു. നിങ്ങൾ ഇത് കൂടെ ഓടിച്ചോളുന്നു. ഏട്ടനില്ലേ എനിക്ക് പേടിയുണ്ടായി. എന്തിന്? നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ആലോചിക്കാൻ നല്ല പേടിയുണ്ട്. അപ്പോൾ എത്ര പെൺകുട്ടികൾ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്ങനെ ഒരു പേടി? അവരുടെ ധൈര്യം നിങ്ങളുടെ ധൈര്യം ഭയങ്കര ധൈര്യം. എനിക്ക് നിങ്ങളുടെ കാര്യത്തൊക്കെ നിങ്ങൾ അറിയുന്നതല്ലേ. അതന്നെ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കും ഇല്ലേ ഇപ്പോൾ ഓടിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. വണ്ടി കയറി ധൈര്യം ഉണ്ട്. ആഗ്രഹം കാരണം എന്താണെന്നറിയോ? വണ്ടി ഓടിക്കണം എന്ന് പറയാൻ കാരണം ഇപ്പം നമുക്ക് മക്കളുടെ സ്കൂളിൽ എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്താ ഇവിടുന്ന് അത്ര ദൂരം പോകണം. നടക്കണതല്ല കേട്ടോ. എന്താ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എവിടേക്കും പോകാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാലേക്ക് വണ്ടിയൊക്കെ ഓടിക്കുന്ന എന്താ പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ സത്യം പറയാച്ചാൽ എനിക്കൊരു അഭിമാനമാണ് തോന്നാറ്. കാരണം ഒക്കെ പഠിച്ചല്ലോ നന്നായല്ലോ എന്ന്. ഞാൻ എൻ്റെ അമ്മൂനോടും അച്ഛനോടും പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ചോളി. എൻ്റെ പോലെ നിങ്ങൾ പേടിത്തൊണ്ടികളാവരുത് കേട്ടോ എന്ന്. അവരൊക്കെ ഓടിച്ചു പഠിച്ചോളൂ കേട്ടാ. കൊട ചോക്ക് കൊട. ഇതിനുള്ള നല്ല മഴയുണ്ടല്ലോ. നല്ല മഴയല്ലോ ഇതിനുള്ള. ഒന്ന് ചക്ക നോത്തേ. ചക്കൊന്നില്ല വേണ്ടേ? ഏത് ഇതോ ചക്കപ്പുഴുക്കോ? മനസ്സിലായില്ല എന്താന്ന്. പൊന്നു അത് മേത്തട്ടിട്ട് മുത്തേ. അതവിടെ എടുത്ത് വെച്ചാ അതാ ആ കുട വാങ്ങിച്ച അച്ഛൻ മടക്കി തരാം. മര്യാദക്കടെ കൊണ്ടുവച്ച ചക്ക. അല്ല ഇതിന്റെ സാധനങ്ങളൊക്കെ അവിടെ പോയി അത് കഴുകാൻ വേണ്ടിട്ടൊക്കെ ചായ മറ്റേ മതി. പൂ ചെയ്തോ അത്. ആ ശരി അച്ചടച്ചേറ്റേ. അപ്പൊ അതല്ലേ ഞാൻ മര്യാദക്ക് പറഞ്ഞോ. ചായ ചക്കപ്പുഴുക്ക് അമ്മു കഴിച്ചില്ലടി. അമ്മു ഇനി ചോറിനുമ്പോഴായിരിക്കും. മാറിക്ക് മാറിക്ക് നൂർത്തരുത് കേട്ടോ. അങ്ങനെ തന്നെ എനിക്ക് വയ്യ. ചക്കക്കുരു മുരിങ്ങ അതെന്തൊക്കെയല്ല നാളെ രാവിലേക്ക്. അതിന് എവിടെ മുരിങ്ങ എവിടെ പൊടിക്കും ഞാൻ രാവിലെ. ഈ നേരത്തെ രാവിലെ അത് ഞായറാഴ്ച. അപ്പൊ നാളെ ഞായറാഴ്ചയായിട്ട് മുരിങ്ങയാണ് നാളെ രാവിലെ അനിയന് കൊണ്ടുപോകാൻ. അപ്പം അത് കുറച്ചെടുക്കും. ഞാൻ നാളെ നമ്മളെന്നും ഉണ്ടാക്കാത്തൊരു സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നുണ്ട്. ചിലവർക്ക് തേങ്ങാച്ചോറ് വേണം പറയുന്നുണ്ട്, തേങ്ങാച്ചോറ് വേണ്ട. ചിലർ കുഴിമന്തി പറയുന്നുണ്ട്, കുഴിമന്തി വേണ്ട. ബിരിയാണി ബിരിയാണി വേണ്ട, നെയ്ച്ചോറ് വേണ്ട അത്രയും. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അല്ല തക്കാളിച്ചോറോ തൈര് സാദോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് റേഷനരി കൊണ്ട് തൈര് സാദം ഉണ്ടാക്കിയുണ്ടല്ലോ. അടിപൊളിയില്ല സുകന്യേ. പപ്പടം വേണോ? കുട്ടികൾക്ക് 2 പപ്പടം കാച്ചിട്ട് അത് ഉണ്ടാക്കിയാൽ മീൻ കഴിക്കാത്ത കുട്ടികളുണ്ട്. അവർ പപ്പടം കൂട്ടി ചോറിനോട്ടെ. അതാ പപ്പടം വേണ്ടേ? എന്താണ് എടി ഞാൻ തിരിച്ചിടാ, ഈ പേടിക്കണ്ട. മീന് മറിച്ചിടാൻ പറ്റില്ല. പിന്നെന്താ ഉണ്ടല്ലോ. പിന്നെന്താണ്? ഒരു കഷ്ണം കുമ്പളങ്ങി ഉണ്ടെങ്കിൽ നാളെ ചക്കക്കുരും കുമ്പളങ്ങി മോര് വെച്ച് കൂട്ടാൻ വെച്ചാൽ. സുഗന്ധിക്കാണെങ്കിലോ ഐഡിയ വരില്ല അവസാനം. മോര് 2 പാക്കറ്റ് മോരുണ്ട്. അതിൽ 2 കട അടച്ചു തോന്നുന്നു അല്ലേ? നേരെ സമയത്ത് അടയ്ക്കും. ചിലപ്പോൾ തുറന്നുണ്ടാവും.
എന്താ പറയുക ചിക്കനൊക്കെ വാങ്ങുകയാണ് പറഞ്ഞാല് ആകെ നേരം വിളിച്ചാകുമ്പോഴേക്കല്ലേ വേണ്ടു. കൊതുക് തിരി എന്തിനാണ് ഇവിടെ എവിടെ എത്ര കൊതു ഇതില്ലേ എവിടെ കൊതുവിന് ഇപ്പൊ നേരേക്ക് ചക്കക്കുരുല്ലേ വേഗാവും. കൊറേ ബാറ്ററി ഒന്നുമില്ല. ഏത് നേരത്തൊക്കെ ചാർജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുക കേട്ടോ, വഴക്കുണ്ടാക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറേ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തീരും. ഏത് സമയം കണ്ണേ പന്നെ കാര്യമുണ്ട്. എല്ലാവരും അറിയാമല്ല, അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തവരും ആരുണ്ടാവുള്ളൂ. ചിലവരിങ്ങനെ പറയും സ്നേഹയില്ല, തിരിച്ച് സ്നേഹമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അവർ പണിക്ക് പോയി വന്ന് അവരുടെ ക്ഷീണങ്ങളും വിഷമങ്ങളൊക്കെ ഇറക്കി വെക്കാനായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് പറ്റില്ല. ആ സമയത്ത് എന്താ പണിമാറ്റി വരുമ്പോൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മൈൻഡൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയാനുള്ളത് പറയുക. അപ്പോൾ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവരെ കേൾക്കാൻ നിൽക്കുക, നമ്മളവരും കേൾക്കാൻ നിൽക്കുക. അതോടെ പ്രശ്നം തീരും. ചില ആൾക്കാരെങ്ങനെയാണെന്നറിയോ, എല്ലാ കാര്യവും ഉള്ളിലിട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ വിങ്ങി ലാസ്റ്റ് ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ല ചേട്ടാ. അങ്ങനെ ചെയ്യാതിരുന്നാൽ മതി. മനസ്സ് തുറന്ന് വർത്താനം പറയാൻ മടിച്ച ഒരു മടിക്കുന്നിടത്തും കള്ളത്തരം കാണിക്കുന്നിടത്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് പറയുക. നമുക്ക് അത് നല്ലതാവട്ടെ ചീത്തയായിക്കോട്ടെ, ചിലപ്പോൾ അപ്പം ഒന്ന് ചീത്ത പറയുണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുണ്ടാവും. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ നമ്പർ കൊടുത്തപ്പോൾ കുറേച്ച് 2-3 ആൾക്കാർക്ക് ഗൾഫിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് രാത്രി വിളിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് രാത്രി നമ്മൾ അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ആര് വിളിക്കുക വെച്ചാലും അധികം ഏട്ടനെ കൊണ്ടാണ് എടുപ്പിക്കുക. ഏട്ടൻ്റെ സൗണ്ട് കേട്ടാൽ അവർ വിളിക്കില്ല, അല്ലേ സുമനെ? ഏട്ടൻ്റെ സൗണ്ട് കേട്ടാൽ വിളിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വെച്ചാൽ ഞാനപ്പോൾ ഏട്ടനോണ്ടേ കൊടുത്തിട്ട് പറയും, ഏട്ടാ എന്താ മെസ്സേജ് ഇട്ടേക്കുന്നു, മെസ്സേജിന് റിപ്ലൈ കൊടുക്കും പറയും. ആ റിപ്ലൈ ഒക്കെ അനിയേട്ടനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ലാസ്റ്റ് അനിയേട്ടൻ പറയും, നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? പ്രസിദ്ധീനാണോ വേണ്ടത്, അനിലിനാണോ വേണ്ടത്? ഓരോരുത്തർ ഓരോ തരത്തിൽ എല്ലാവരും ശരിക്കും അവർക്ക് കുടുംബമുണ്ട്. നേരല്ല ഞാൻ പറയാം. അപ്പം ഞാൻ ചിന്തിക്കട്ടോ, അവരുടെ അവരുടെ ഇതൊക്കെ നോക്കുമ്പോൾ അവർക്ക് കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. ഇപ്പോൾ കുട്ടികളും കെട്ടിയും കുട്ടികളൊക്കെ ഉള്ളവരുടെ ഇപ്പോൾ ഒക്കെ ഓരോ നേരം പോക്കാണ് എല്ലാവർക്കും. പക്ഷെ അതൊരാളുടെ ഓരോ കുടുംബത്തിൽ കയറി കളിക്കുമ്പോൾ ചിലപ്പോൾ അത് എല്ലായിടത്തും അത് വേവില്ല, അത്രേ ഉള്ളൂ. അതിപ്പോൾ അതിനായിട്ട് നടക്കുന്നവർ ഇഷ്ടം പോലെ ഇല്ലേ? പക്ഷെ ശരിക്കും ഇപ്പോൾ റസൂൽ പൂക്കുട്ടിനൊക്കെ അവസ്ഥ ഇല്ലേ? അപ്പോൾ ഭാര്യയുണ്ട്, കുട്ടികളും ഉണ്ടായിട്ടല്ലേ ഇന്നത്തെ അവരുടെയൊക്കെ പൈസയുണ്ട്. ഏത് ലെവലിൽ നിൽക്കുന്നവരാണ് അവർ. അപ്പോൾ അതിനൊക്കെ ആലോചിക്കണ്ടേ, അവർ ഇങ്ങനെയുള്ള ഓരോ ഇടാകുടങ്ങൾ പോയിപ്പെടുമ്പോൾ ആലോചിക്കണ്ടേ. നമ്മളാരും ഇത് പറയില്ല കേട്ടോ. ഞാനത് പറയുമ്പോൾ ചിലർക്കെങ്കിലും തെറ്റിദ്ധാരണകൾ വരുന്ന കുടുംബജീവിതങ്ങൾ തകർക്കണവരുണ്ട്. ഉള്ളു തുറന്ന് പറയാത്തതും കൊണ്ട് കുടുംബജീവിതങ്ങൾ തകർക്കുന്നുണ്ട്. ശരിക്കില്ലേ, നമ്മൾ ഉള്ളു തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. കാരണം പണിക്ക് പോയി വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ, നമ്മുടെ മാനസികാവസ്ഥ ഒക്കെ ഒന്ന് ആലോചിച്ച് മെല്ലെ ഒന്ന് നോക്കി നോക്കിയാൽ നമ്മൾ തന്നെ സ്വയം ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ. ഞാൻ പറയാലോ, എൻ്റെയൊക്കെ അച്ഛൻ്റെയൊക്കെ സ്വഭാവത്തിനൊക്കെ ഇല്ലേ, ഇപ്പോഴൊക്കെ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് നമ്മളെല്ലാവരും. പണ്ട് കാലത്ത് അനുഭവിച്ച് ആലോചിച്ച് കഴിഞ്ഞാലേ ഇപ്പം എന്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, എന്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അവർ നിൽക്കുന്നുണ്ട്. പണ്ട് പറഞ്ഞു വെച്ചാൽ ഒന്നും നേരിട്ട് മുണ്ടേ വർത്താനം പറയില്ല, കള്ളും കുടിച്ച് വരും, തല്ലും മടിയും വഴക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ. ഇത്ര മതിയില്ലേ ചക്കക്കുരു? മതിയോ? ചക്കക്കുരും മുരിങ്ങയും സൂപ്പറാണ്. ചക്കക്കുരും കുമ്പളങ്ങയും മോരിക്കൂട്ടാൻ വെച്ചാലും സൂപ്പറാട്ടോ. ഉടയണം, വെന്തുടയണം എന്ന് മാത്രം. ഇത് രാവിലേക്കുള്ള പണിയാണ്ട് ഒരുക്കി വെച്ചാലേ ചിലപ്പോൾ അർജന്റീന വരുന്നേ. കിച്ചോട്ടിന്റെ അർജന്റീന. എനിക്ക് എന്താണ് സമ്മതിച്ചു കൊടുക്കാത്ത പെണ്ണേ? ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് മെസ്സേജ് വന്നിരുന്നു, നിങ്ങളെങ്ങനെയാണ് ചേച്ചി ഇത്ര സ്നേഹം എന്നൊക്കെ ഉള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറയാം, സ്നേഹം മാത്രമല്ല അതിൻ്റെ ഇടയിൽ കൂടെ അടി ഉണ്ടാവാറുണ്ട്, രണ്ടും കൂടി കലർന്നതാണ്. പക്ഷേ ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടിയിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ടില്ലേ? പക്ഷെ അത് എപ്പോഴും തട്ടാൻ പാടില്ല, എപ്പോഴും തട്ടും മുട്ടും പൊട്ടിപ്പോവാൻ നോക്കണം, അത്രേ ഉള്ളൂ. തട്ടും മുട്ടുന്നതിനൊരു കുഴപ്പമില്ല. ചക്ക തിന്നാൻ എല്ലാവരും എല്ലാം തികഞ്ഞോരല്ലല്ലോ. മെസ്സി ചക്ക തിന്നില്ലടാ. എന്തേ? പല്ലില്ലേ? എന്താ പൊന്നാ ഇവിടെ വാ, ചോറിന് നീ പപ്പടം കാച്ചിട്ട് വാ.
ഇനി ചക്ക തരില്ല, ഇനി ചക്ക പോയി. ആ അല്ലല്ല മെസ്സി ചക്ക തിന്നില്ല. മെസ്സി ചോറും മാന്തള തിന്നു. അത് തിന്നു വന്നിട്ട് വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ട് പപ്പടം കാച്ചി ചോറ് അല്ലേ. എന്ത് ഭൂകമ്പം വന്നാലും ഇനി മുറിക്കില്ല. കാരണം എന്താ, ഈ നേരത്തെ കയ്യിൽ മുളഞ്ഞൊക്കെ നിക്കല്ലേ, കയ്യിൽ മുളഞ്ഞു വെക്കണല്ലേ ഏട്ടാ. ഇനി രാത്രി ചോറിനാതെ പാതിരാത്രി കഴിയ വിശക്കാനാണ്. രാവിലെ ചിന്നടി വന്നിച്ചാ. ഇപ്പൊ നേരെയൊക്കെ ചക്കക്കുരു നേരെയൊക്കെ നല്ല സുഖം കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ അങ്ങോട്ടൊന്നും മുറിച്ചിട്ടല്ലേ ഉള്ളൂ. ഉപ്പേരിയൊക്കെയാണ് എടുക്കുക വെച്ചാലും കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബലം വന്നാൽ ഒന്നിനും പറ്റില്ല. ചക്ക പോയി. ആ ചക്ക നന്നല്ല. ആ ചക്കല്ലേ, ചക്ക തിന്നാൻ പറ്റില്ല. ഞാൻ എടുത്തുതരാം. പൊന്നാ ചോറിനോടാ നീയേ. നിങ്ങൾ ഒട്ടും മോശമല്ലല്ലോ. ഞാനിപ്രാവശ്യം പഴുത്ത വളരെ കുറവാ. മത്തം കുത്തിയ കുമ്പളങ്ങ മുളയ്ക്കൊന്നുമില്ല, മത്തം തന്നെ മുളയ്ക്കുള്ളൂ. ഇവിടെ ഉള്ളവർക്ക് ഫുള്ളും ചക്കപ്രാന്തന്മാരാ. ചക്ക ചുള പറിച്ച് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ പണി മാറ്റി വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാട്ടോ. അതിന് നല്ല ചക്ക ഇല്ലല്ലോ. ഇതിപ്പോ ഈ ചക്ക പിന്നെ എന്ത് രസമല്ലേ. നോക്കി നോക്ക്. ചക്കയുടെ മണല്ലോ. മറ്റേ ചക്ക പഴുത്തങ്ങ റെഡിയായി. ആ മൂടിച്ചേ. സോറീന്ന് പാരപ്പ ഈ പറഞ്ഞു കൊടുത്തതാണാവോ, എനിക്കറിയില്ലേ. അങ്ങനെ മുറിച്ചാ പോരാന്ന് പറയണ്ടേ. അങ്ങനെയൊന്നും മുറിച്ചാ പോരാതെ. ഇത് തിന്നു നീ ആദ്യം. ഇപ്പൊ ഇതാദ്യം തിന്ന്. ഇതാതില് അപ്പൊ ഇത് ചക്കച്ചോളയില്ലേ കുട്ടി. അവന്റെ ഒരു മുറി അവൻ ഒറ്റയ്ക്ക് എടുത്ത് തിന്നാൻ വേണ്ടിട്ടുണ്ടേ. കയ്യില് മുറിയാണ്, ചോര വന്നിക്ക. ചോരയോ എന്തില് വേണോ? ഇത് തിന്നിപ്പോ. ആ ഉടുപ്പ് കൂടെ ഒക്കെ ആവും, മുളഞ്ഞാവും. നമ്മുടെ കയ്യില് മുറിയാണ്, നമ്മുടെ കയ്യില് മുറിയാണ്. പൊന്നുഷ അതാ വാതില്. പത്തല്ല, ഇത് 12 തോന്നോ. അതാ കളയല്ലേ. അച്ചിക്ക് വേണ്ട ഒത്തേ, കളയല്ലേ ഒത്തേ. പിന്നടാ കളയണ്ട. അമ്മയ്ക്ക് കേട്ടുന്ന താടി അമ്മേനെ ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് താടി. മതിയോ? മതി. കുതിരക്കറിയോ? മുതിരത്തെ മുതിരക്കറി, മുതിരപ്പുളി ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ സ്പെഷ്യലാട്ടോ. അച്ചാറ് വേണം. മീനെന്താ കേട്ടോ ചാടിപ്പോണ്. നിങ്ങളെ കാണുമ്പോൾ മീനിന് ചാടാതോ തോന്നും. അച്ചാറ് വേണം. ഫ്രിഡ്ജിലാ. ചാറ് മതി. അതിൻ്റെ അച്ചാറ് നെല്ലിക്കലിക്കൊന്ന് പിടിക്കട്ടെ. അതിന് ചാറ് എടുക്കണം. ചക്ക ഉണ്ടേ. ചക്ക വേണ്ട. ചക്ക വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഗ്യാസ് വരും. അത് ഫ്രിഡ്ജിലെടുത്തേക്ക് രാവിലെ കുറച്ച് കഴിക്കാം. രാവിലെ കേടുവരുമോ? വേണ്ടേ? ഈ രാവിലേക്ക് മതി. ഇപ്പോൾ കുറച്ച് അച്ചാറ് ഒഴിച്ചാൽ ചാറ് നമുക്ക് മുട്ടക്കും ഒറ്റ മതി. അല്ലെങ്കിൽ കളയുള്ളൂ. അതിൽ അന്ന് ഒരു ഇതൊക്കെ പിടിച്ച് വരുന്നുള്ളതുകൊണ്ട് പിടിച്ചേക്കണോട്ടോ. അതാ പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ട് കേട്ടോ. ഉപ്പേരി എടുത്തിട്ടില്ല, ഏട്ടന് വേണ്ടാന്നിട്ട്. ഇത് കൂട്ടിയിട്ട് കഴിക്കട്ടെ. അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. സുഖലി പപ്പടം കാച്ചാലും തിരക്കില്ല. ഇത് പപ്പടം കാച്ചാൻ പോകണമെന്ന്
എന്താ അറിയുന്നത് പപ്പടോ അപ്പോൾ നാളെ കാണാം. കുറച്ച് ഉയരൊക്കെ വേണേ ഇപ്പം നിർത്തുകയല്ലേ?